കറണ്ട് ചാർജിൻ്റെ ബില്ലാണേ വന്ന് കിടക്കുന്നു, വെള്ളത്തിൻ്റെ ബില്ലാണേ വന്ന് കിടക്കുന്നു. എല്ലാ പ്രാവശ്യവും വന്ന് അവർ ഫ്യൂസ് ഊരിക്കൊണ്ട് പോവാം. അവരുടെ ചീത്ത നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. എന്തോ ചെയ്യാനാ, പ്രാരാബ്ധമേ പ്രാരാബ്ധം. എന്തോ ചിലവുകളാണ്, വീട്ടു ചിലവുകൾ ഒന്നിന് തന്നെയാണ്. പല കാര്യത്തിനല്ലേ നമുക്ക് വേണ്ടത്. എങ്ങനെ മനുഷ്യൻ മുന്നോട്ട് ജീവിക്കും ഇങ്ങനെ? ഇപ്പം പൈസ ഇല്ലതാൻ ഇനിയും എന്നും അയൽവക്കത്തിൽ നിന്ന് ചോദിച്ചാൽ മേടിച്ച ഓരോ കാര്യം കാണിക്കുന്നത്. അങ്ങോട്ട് ചെല്ലുമ്പോൾ അവളുമാരെയൊക്കെ മുഖം കാണണം. നമ്മൾ ചെല്ലുന്നത് കാണുമ്പോഴേ ഇങ്ങോട്ടിങ്ങ് പാടാതുരിതം പറച്ചില്ല വരും. നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴേ അവരിങ്ങോട്ട് പറയാം, ഓരോന്ന് നമ്മളെ കേൾക്കെ അങ്ങ് പറയാം. അപ്പം നമ്മൾ ചോദിക്കരുത് 10 പൈസ പോലും. എന്തോ ചെയ്യാനാ? ഇനി ഇത് അടച്ചില്ലെന്നുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യം വന്ന് അവന്മാർ ഫ്യൂസ് ഊരിക്കൊണ്ട് പോവുക. അവരെന്നിട്ട് ചോദിച്ചത് എന്നും നിങ്ങൾക്ക് ഇതേ ഉള്ള പണിയെന്ന്. അവർ വന്ന് ഊരി എടുത്തുകൊണ്ട് പോകും. പിന്നെ പൈസ അടച്ചു കഴിയുമ്പോൾ അവർ വന്ന് വെച്ച് തരുന്നത്. പിള്ളേരോട് പറഞ്ഞാലോട്ട് പിള്ളേരൊന്നും പോയി മേടിക്കത്തുമില്ല. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോകത്തുമില്ല. അവർക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറയും. അമ്മ അങ്ങോട്ട് പോകാൻ പറയും. വിളിച്ചാലേ പറയും ഇന്നതിനാന്ന് വിചാരിക്കും. നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴേ അവരെയൊക്കെ മുഖം കാണണം. ചെല്ലുമ്പോഴേ പറയാം വരുന്നുണ്ടെന്ന് വിചാരിക്കും. എന്നും ഇതല്ലേ പരിപാടി, വരുന്നുണ്ട് എന്ന് വിചാരിക്കും. നമ്മൾ ചെല്ലുമ്പോഴേ നമ്മളോട് ഇങ്ങോട്ട് അവരുടെ വീട്ടിലത്തെ ബുദ്ധിമുട്ടുകൾ മൊത്തത്തിൽ ഇങ്ങോട്ട് പറയും. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, ബുദ്ധിമുട്ട് ഇങ്ങോട്ട് പറയും. കാര്യമുണ്ട് നമ്മൾ ഇല്ലെന്ന് അങ്ങ് വരുത്തി തീർക്കാമല്ലോ. നമ്മൾ ചോദിക്കത്തില്ലല്ലോ. എന്തോ ചെയ്യാനാണ്? മോളെ, പിള്ളേരെ, എടാ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ വിളിച്ചാ? എനിക്കങ്ങും വയ്യ പോയി മേടിക്കാനായിട്ട്. എല്ലാ പ്രാവശ്യവും ഇത് തന്നെയല്ലേ പരിപാടി. അല്ല അവരെയൊക്കെ വായിരിക്കുന്നത് ഞാൻ കേൾക്കാനായിട്ട്. എനിക്കങ്ങ് വയ്യ പോകാനായിട്ട്. മോനെ ഒന്നും ചെന്ന് ചോദിക്കടാ. ഞാനത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമല്ലയോ, അതുകൊണ്ടാണ് ഒന്ന് ചെന്ന് ചോദിയില്ലേ. അതെങ്ങനെ അവരങ്ങോട്ട് ചെല്ലുമ്പം തന്നെ പുറകുറുക്കാൻ തുടങ്ങും, വരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട്. എന്ന് സ്ഥിരം ഇത് തന്നെയല്ലേ പരിപാടി. അവർ പറയാം എനിക്കങ്ങ് വയ്യ പോകാനായിട്ട്. അമ്മ പോയി വേണേ മേടിക്കും, ഞാനങ്ങും പോകത്തില്ല, എനിക്കങ്ങ് വയ്യ. എന്നാ ഞാൻ പൊക്കോളാം, നീ പോകണ്ട, ഞാൻ പൊക്കോളാം. ശരിയാ, നീ പോക്കും, ഞാൻ പൊക്കോളാം. ശരിയാ കൊച്ചുങ്ങൾ പറയുന്നത്. ചെല്ലുമ്പോഴേ അവരന്ന് നമ്മളെ ദൂരത്ത് നിന്ന് കാണുമ്പോഴേ അറിയാം, അവർക്കറിയാം സ്ഥിരം ഇതല്ലേ പരിപാടി. ചെല്ലുമ്പോഴേ പറയുന്ന ആൾ വരുന്നുണ്ടെന്നറിയാം. അപ്പോഴേ നമ്മൾ ചെല്ലുമ്പോഴേ അവരുടെ വീട്ടിലുള്ള ഇല്ലാത്ത ബുദ്ധിമുട്ടുകളോട് നമ്മളെ പറഞ്ഞ് കേൾപ്പിക്കും. അപ്പം നമ്മൾ ചോദിക്കത്തില്ലല്ലോ. ചെല്ലുമ്പോഴേ ഇങ്ങോട്ടിങ്ങ് എടുത്തിടും. അന്നേരം പിന്നെ നമ്മളിപ്പം ചോദിക്കത്തേ ഇല്ലല്ലോ. പിള്ളേർക്കറിയാം സ്ഥിരം ഇതാന്നുള്ളത്. എന്ത് ചെയ്യാനാ, നമ്മളെ പ്രാരാബ്ദം അങ്ങനെ ആയിപ്പോയി. ഇനി എന്ന് മാറുമോ എന്തോ ഈ ബുദ്ധിമുട്ടുകളൊക്കെ, നമ്മളെയൊക്കെ ഇതൊക്കെ എന്ന് മാറുമെന്ന് ആർക്കറിയാം. ഞാനൊരു ലോട്ടറി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെങ്കിലും ഒന്ന് അടിച്ചാൽ മതിയായിരുന്നു. എന്നും എടുക്കും, പക്ഷെ അതെങ്കിലും ഒന്ന് അടിച്ചാൽ മതിയായിരുന്നു. എന്തോ ചെയ്യാനാ? നോക്കട്ടെ എന്തോന്ന് വെച്ചാൽ. നീ അവന്മാരെപ്പോഴാണ് വന്നത്? ഫ്യൂസ് ഊരി കൊണ്ടുപോകത്തില്ലയോ? കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഇനിയും ഇരുട്ടത്ത് ഇരിക്കേണ്ട വരും. അല്ല എന്തോ അമ്മ ഇന്നലെ ഒരു ലോട്ടറി എടുത്തില്ലായിരുന്നോ? അത് പിന്നെ ഇന്നലെ അമ്പലത്തിൽ പോയപ്പോൾ എടുത്തതല്ലയോ? അതാണെങ്കിൽ അപ്പുറത്തെ അവരും കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അമ്മയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, പെരി അപ്പുറത്ത് പറഞ്ഞാൽ മതി, അടിച്ചെന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. അമ്മയ്ക്ക് ഇപ്പം എത്ര പൈസ വേണമെങ്കിലും അമ്മയ്ക്ക് തരാത്തോലും തരും. അമ്മ ഒന്ന് നോക്കിക്കുക, പറഞ്ഞാൽ മതി. ഒന്ന് ചെയ്ത് നോക്ക്, ഒന്ന് പറഞ്ഞു നോക്ക്. ഇപ്പം കാണാം എത്ര ആൾക്കാരായിരിക്കും വരുന്നത് അമ്മയെ സ്നേഹിക്കാനായിട്ട്. അമ്മയ്ക്ക് ഇഷ്ടം പോലെ പൈസ ഇനി കൊണ്ടുതരും, ഏത് തരത്തിൽ വേണമെങ്കിലും കൊണ്ടുതരും. ഒന്ന് നോക്ക്. ഇപ്പോൾ ലോട്ടറി അടിച്ചെന്ന് എല്ലായിടവും ഫ്ലാഷായെന്ന് തോന്നുന്നു കേട്ടോ. ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി, നോക്കുന്നു. പൈസ ഇല്ലെന്ന് പറഞ്ഞ ആളിപ്പം ആ വീട്ടിൽ നിന്ന് ഇപ്പം അവർ പൈസ കൊണ്ട് തരുന്നത് എത്ര വേണേൽ തരാമെന്ന്, അക്കൗണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി കൊണ്ട് തരാമെന്ന്. അങ്ങനെ നമുക്ക് കാശില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് 10 പൈസ പോലും ആരും തരത്തില്ല. ഇല്ലെങ്കിൽ ഇല്ലാത്തവരെ അങ്ങ് അത്രയും പിന്നെ അവരെ ഒന്നും ഇഷ്ടമൊന്നുമല്ല. ഇല്ലെങ്കിൽ കാശുണ്ടെങ്കിൽ എല്ലാവരും സ്നേഹിക്കാൻ ആൾക്കാർ കാണും. നമ്മളെ ഈച്ചി ആലുന്ന പോലെ പിന്നെ ഇഷ്ടം പോലെ ആൾക്കാർ കാണും. പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഒരു വിലയും കൽപ്പിക്കത്തില്ല, ആരും കാണത്തില്ല. പൈസയ്ക്കാണ് വില. പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ വിലയുണ്ട്. അതാ ഇന്നത്തെ കാലം.